അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീരിലൂടെയുള്ള ഞങ്ങളുടെ അന്നത്തെ യാത്ര എത്തിച്ചേർന്നത് ജമ്മുവിലെ ഒരു കത്തോലിക്ക ദേവാലയത്തിലാണ്. 29% ഹൈന്ദവരും 69% മുസ്ലിങ്ങളും വസിക്കുന്ന ജമ്മു കാശ്മീരിൽ ക്രിസ്തുമത വിശ്വാസികളുടെ എണ്ണം 1% താഴെ മാത്രമാണ്. വെറും 0.28% മാത്രം. ജമ്മു കാശ്മീരിലുള്ള ഒരേയൊരു റോമൻ കത്തോലിക്ക രൂപതയായ ജമ്മു ശ്രീനഗർ രൂപതയ്ക്ക് കീഴിൽ 42 ഇടവകകൾ ആണുള്ളത്. ഇത് ജമ്മുവിലുള്ള രൂപത ആസ്ഥാന കത്തീഡ്രൽ ദേവാലയം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ധാരാളം വിശ്വാസികൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു സാധാരണ ശനിയാഴ്ച ദിവസമാണിത്. ജമ്മു ശ്രീനഗർ രൂപതയ്ക്ക് കീഴിലുള്ള പൂഞ്ച് സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിൽ 50 നോമ്പിലെ ഒരു വെള്ളിയാഴ്ചയിൽ ഞങ്ങൾ കണ്ട തിരുക്കർമ്മങ്ങളുടെ നേർക്കാഴ്ചകളാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഇന്നത്തെ അധ്യായത്തിൽ. വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ ജമ്മുവിലെ പൂഞ്ച് നഗരത്തിലുള്ള സെന്റ് ഇഗ്നേഷ്യസ് കത്തോലിക്ക ദേവാലയത്തിൽ ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ ദേവാലയത്തിൽ പ്രാർത്ഥനകൾ ആരംഭിച്ചിരുന്നു. വെള്ളിയാഴ്ച ആണ് എങ്കിലും ദേവാലയം നിറയെ വിശ്വാസികൾ. കേരളത്തിൽ നിന്നുള്ള ഏതാനും വൈദികർ ഇടവക സന്ദർശിക്കുവാൻ എത്തിയെന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി വികാരി ഫാദർ ജോർജ് പള്ളിക്കാമഠത്തിൽ CMI വിശ്വാസി സമൂഹത്തെ അറിയിച്ചപ്പോൾ ദേവാലയത്തിൽ കൂടിയിരുന്ന അവർ ഒരിക്കൽ പോലും കേരളം സന്ദർശിക്കുക പോലും ചെയ്യാത്തവരാണ് എങ്കിലും നിറപുഞ്ചിരിയോടെ കരഘോഷത്തോടെ ഞങ്ങൾക്ക് സ്വാഗതമേകി. തികഞ്ഞ ആതിഥ്യമര്യാദ ഈ നാടിന്റെ മുഖമുദ്രയായി പലയിടങ്ങളിലും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ജമ്മുവിലെ പൂഞ്ച്, രജോരി എന്നീ 2 ജില്ലകളിലുള്ള ഏക കത്തോലിക്ക ദേവാലയമാണ് സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയം. 100ഓളം കുടുംബങ്ങൾ മാത്രമാണ് ഈ ഇടവകയിൽ ഉള്ളത്. എങ്കിലും രൂപതയിലെ 3ാമത്തെ വലിയ ഇടവകയാണിത്. 1980 സ്ഥാപിതമായ ഈ ഇടവകയുടെ നേതൃത്വം 1989 മുതൽ CMI സഭയുടെ കോഴിക്കോട് പ്രവിശ്യയ്ക്കാണ്. ഫാദർ ജോർജ് പള്ളിക്കാമഠത്തിൽ CMI എന്ന ഊർജ്ജസ്വലനായ യുവവൈദികനാണ് പള്ളി വികാരി. CMC സന്യാസിനി സമൂഹത്തിലെ 9 സിസ്റ്റേഴ്സും ഇടവകയുടെ അജപാലന പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നു. ഉറുദു ഭാഷയിലാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലുള്ള ഇടവക ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയം. ദേവാലയ ഗായക സംഘം നിരവധി സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ കുർബാന ഗീതങ്ങൾ ആഘോഷമായി ആലപിക്കുകയാണ്. യുവാക്കൾ മാത്രമാണ് ഗായക സംഘത്തിൽ ഉള്ളത് എന്നതും വേറിട്ട കാഴ്ചയായി. മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത വാദ്യോപകരണങ്ങളും ഗായക സംഘം ഉപയോഗിക്കുന്നുണ്ട്. ചിംഡ എന്നതാണ് ഈ വാദ്യോപകരണത്തിന്റെ പേര്. ഗായക സംഘത്തിന്റെ ഓശാന ഗീതം ശ്രമിക്കുക. ഗായക സംഘത്തോടൊപ്പം വിശ്വാസികളും ഒന്നുചേർന്ന് ഗാനങ്ങൾ ആലപിക്കുന്നു. വിശ്വാസികൾ ഇവിടെ വെറും കാഴ്ചക്കാരല്ല. പൊതുവെ ആഘോഷപ്രിയരായ കാശ്മീരി ജനതയുടെ ജീവിത സംസ്കാരം ആരാധനാ രീതികളിലും പ്രകടമാണ്. കുർബാനയ്ക്കിടയ്ക്ക് കുട്ടിക്കുറുമ്പുകൾ ദേവാലയ മധ്യത്തിൽ കേരളത്തിലെ പോലെ ഇവിടെയും ഓടി നടക്കുന്നുണ്ട്. പള്ളിയോട് തൊട്ടുചേർന്ന് ഇന്ത്യൻ ആർമിയുടെ സാറ്റലൈറ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതിനാൽ ദേവാലയത്തിന്റെ ഡ്രോൺ കാഴ്ചകൾ പകർത്താൻ നിരോധനമുണ്ട്. മാതാവിന്റെ മനോഹരമായ ഒരു ഗ്രോട്ടോയും ഈ പള്ളിമുറ്റത്തുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ ആകർഷകമായ മറ്റൊരു മുഖവും ദേവാലയ മുറ്റത്ത് ദൃശ്യമായി. 50 നോമ്പുകളിലെ വെള്ളിയാഴ്ചകളിൽ ഇടവകങ്ങൾ മുഴുവൻ സമ്പൂർണ്ണ ഉപവാസത്തിലാണ്. ദേവാലയ മുറ്റത്ത് വൈകുന്നേരത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിളമ്പുന്ന ഈ ഭക്ഷണം അവരുടെ ഇന്നത്തെ ആദ്യ ഭക്ഷണമാണ്. സിസ്റ്റർ ദീപ്തിയുടെ വാക്കുകളിലേക്ക്. ഒരു വെള്ളിയാഴ്ചകളിലും നോമ്പിലെ 50 നോമ്പിലെ ഒരു വെള്ളിയാഴ്ചകളിലും അവർ ഭക്ഷണം കഴിക്കുകയില്ല. രാവിലെ മുതൽ ചായവെള്ളം പോലും കുടിക്കത്തില്ല. വൈകുന്നേരം വരെയുള്ള സമയത്ത് അവർ ഇവിടെ വന്ന് കുർബാന കഴിഞ്ഞതിന് ശേഷം കുരിശിന്റെ വഴിയും കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഒരുപക്ഷെ രാവിലെ മുതൽ ഉപവാസം ഇരുന്നതുകൊണ്ടാവാം ഏവരും ഏറെ ആവേശത്തോടെ എന്നാൽ അച്ചടക്കത്തോടെ ഭക്ഷണപന്തിയിൽ അണിനിരക്കുന്നത്. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയെ അനുസ്മരിപ്പിക്കുന്ന ഒരുതരം ചോറാണിത്. ഇവർ ഇതിനെ ന്യൂട്രി ചാവൽ എന്ന് വിളിക്കും. ഓർക്കുക, ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പൂഞ്ച് എന്ന പട്ടണത്തിലാണ്. 3 വശവും പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന, പാകിസ്ഥാൻ ഭീകരരുടെ ആക്രമണത്തിന് നിരന്തരം ഇരയാക്കപ്പെടുന്ന, സദാസമയവും മിഷൻ ഗണ്ണുമായി സൈന്യം റോന്തു ചുറ്റുന്ന പൂഞ്ച് എന്ന ഈ പട്ടണത്തിൽ തങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥകൾക്കൊക്കെ അവധി കൊടുത്തുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി എല്ലാം മറന്ന് ഈ ദേവാലയാങ്കണത്തിൽ അവർ ഒത്തുചേരുകയാണ്.
ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഈ ദേവാലയമുറ്റത്ത് വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും വിളമ്പിയും വിളമ്പിക്കൊടുത്തും ഭക്ഷിച്ചും പാകം ചെയ്തും ഈ വെള്ളിയാഴ്ച കൂട്ടായ്മ അവർ ഒരു ആഘോഷമാക്കുന്നു. ഇദ്ദേഹമാണ് ഗായക സംഘത്തിലെ നേതാവ് പ്രിൻസ്, ഒപ്പം കലാകാരി കൂടിയായ ഭാര്യ വികാരി ഫാദർ ജോർജ് പള്ളിക്കാമടത്തിൽ. നമ്മുടെ കേരളത്തിലുള്ളവരെ കഴിഞ്ഞ് വിശ്വാസമുള്ളവരാണ് ഇവിടെ ഉള്ളവര്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്മസ് സമയത്ത് ഡിസംബർ 1 തീയതി മുതൽ 22 തീയതി വരെ രാവിലെ 5 മണി മുതൽ 5:30 തൊട്ട് 7 മണി വരെ ഒരു കരോൾ സിംഗിങ് ഉണ്ട്. 22 ദിവസം. അത് ഇത്രയും തണുപ്പത്ത് അത് ഇവർക്കൊരു നേർച്ച പോലെയാണ്. അവരെ ചെരുപ്പ് പോലും ഇടാതെയാണ് പലപ്പോഴും ഇതിന് വരുന്നത്. ജമ്മു കാശ്മീരിലെ അസ്ഥി തുളച്ചു കയറുന്ന തണുപ്പിലും വിശ്വാസ തീഷ്ണതയിൽ ജ്വലിക്കുന്ന ഒരു ഇടവക സമൂഹത്തെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. നന്ദി.